ഇപ്പോഴിത് അൽ ഖ്വയ്ദയുടെ കൊടുംഭീകരനെ അമേരിക്ക വ്യോമാക്രമണത്തിൽ വധിച്ചിരിക്കുന്നു എന്ന സുപ്രധാന വാർത്തകൾ പുറത്തുവരുന്നു. മറ്റൊരു രാജ്യത്ത് കൂടി അമേരിക്ക വ്യോമാക്രമണം നടത്തി. സിറിയയിൽ നടന്ന വ്യോമാക്രമണത്തിൽ അമേരിക്ക ഒരു അൽ ഖ്വയ്ദ ഭീകരനെ വധിച്ചു. കഴിഞ്ഞ മാസം സിറിയയിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ആക്രമണം നടന്നിരുന്നു. ഇതിൽ 3 അമേരിക്കൻ പൗരന്മാർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ ഉൾപ്പെട്ട ഒരു അൽ ഖ്വയ്ദ നേതാവിന്റെ മരണം അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ജനുവരി 16 വടക്കു പടിഞ്ഞാറൻ സിറിയയിൽ നടന്ന ആക്രമണത്തിൽ ബിലാൽ ഹസൻ അൽ ജാസിം കൊല്ലപ്പെട്ടതായി US സെൻട്രൽ കമാൻഡർ അറിയിച്ചു. IS-മായി നേരിട്ട് ബന്ധമുള്ള മുതിർന്ന തീവ്രവാദി എന്നാണ് ബിലാലിനെ US-ന്റെ ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ചത്. ഡിസംബർ 13 സിറിയയിലെ പാൽമിറയിൽ നടന്ന ആക്രമണത്തിന് ഉത്തരവാദിയായ തോക്കുധാരിയുമായി ബിലാലിന് ബന്ധമുണ്ടായിരുന്നു. അതിൽ 2 US സർവീസ് അംഗങ്ങളും ഒരു അമേരിക്കൻ സിവിലിയൻ വ്യാഖ്യാതാവും കൊല്ലപ്പെട്ടു. ഞങ്ങൾ ഒരിക്കലും മറക്കില്ല, ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് US യുദ്ധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് അന്ന് പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു. 3 അമേരിക്കക്കാരുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു തീവ്രവാദിയുടെ മരണം നമ്മുടെ സൈന്യത്തെ ആക്രമിക്കുന്ന തീവ്രവാദികളെ പിന്തുടരാനുള്ള നമ്മുടെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തെ പ്രകടമാക്കുന്നു. അമേരിക്കൻ പൗരന്മാരെയും നമ്മുടെ യുദ്ധവിമാനങ്ങളെയും ആക്രമിക്കുകയോ ഗൂഢാലോചന നടത്തുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് സുരക്ഷിതമായ ഒരു സ്ഥലവുമില്ല. ഞങ്ങൾ നിങ്ങളെ കണ്ടെത്തുമെന്ന് US സെൻട്രൽ കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കപൂർ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മലയാളം.